അതിലേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ, രാഷ്ട്രീയത്തിൽ എടുക്കണമല്ലോ. ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ ഈ പറയുന്ന ബഹുമാനപ്പെട്ട MK സ്റ്റാലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ നിൽക്കുന്നു. ഞാൻ ഈ നാട്ടിൽ ജനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, മനസ്സിലായില്ലേ? അപ്പൊ ആ ജനങ്ങളുള്ളിടത്തോളം കാലം അതിനൊരു ആൾട്ടർനേറ്റീവ് ഞാൻ ഉണ്ടാക്കും, ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. ഈ മന്ത്രിസഭ ഉണ്ടാവില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി ടൈം പൂർത്തിയാകില്ല എന്ന് പറയുമ്പോൾ CPM-ലെ MLA-മാർക്കാണോ അസംതൃപ്തി ഉള്ളത്, അതോ MLA-മാർക്ക് ഗണേശ MLA-മാർക്ക് അസംതൃപ്തി ഉണ്ടോ? അവരുടെ താമസമായി ഭരണകക്ഷിയിലെ എല്ലാ MLA-ക്കും മനസ്സിലായില്ലേ? എന്താ CPI ഇപ്പോൾ നിലപാട് ഇപ്പോഴും ശക്തമാക്കാത്തത്? അവിടെയും നെക്സസ് ഉണ്ട് കാശ്മീർ, അവിടെ നെക്സസ് ഉണ്ട്. ആ നെക്സസ് ഒക്കെ ഇപ്പൊ പൊട്ടും. ഇതൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുക്കി നിർത്തിയാലുണ്ടല്ലോ, ഇരുമ്പാണെങ്കിൽ പോലും അതിന്റെ ടെമ്പർ കൂട്ടിയാൽ പൊട്ടിപ്പോകുന്ന കണ്ടിട്ടില്ലേ? ആ ടെമ്പർ ഓരോ ദിവസവും ഇതിങ്ങനെ ഹീറ്റ് ആകുമ്പോഴാ ടെമ്പർ കൂടുക, ആ ഹീറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, പൊട്ടും. LDF-ന് ശിഥിലീകരണ പ്രതിപക്ഷത ആവർത്തി പറയുന്നുണ്ട്, അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ താങ്കൾ ഇപ്പോൾ പറഞ്ഞത്? ശിഥിലീകരിക്കപ്പെടുമല്ലോ ഈ രീതിയിലാണ് പോകുന്നത്, സ്വാഭാവികമല്ലേ? ആർക്കും ഒരു ആത്മാഭിമാനം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനോടാണ്. അത് എത്ര ചെറിയവനാണെങ്കിലും അവന്റെ ആത്മാഭിമാനത്തിന് തൊടുമ്പോൾ അവൻ പ്രതികരിക്കും, എത്ര നിവൃത്തി കെട്ടവനാണെങ്കിലും. ഇപ്പൊ യുദ്ധങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ കാണാം, ഈ അവസാനം പടയാളി പടപരിധി വീണ് അവനൊന്നും മാർഗമില്ല. അപ്പം എതിരാളി വന്നിട്ട് ഈ ശൂലം കുത്തി ഇറങ്ങാൻ വരുമ്പം ആ കിടക്കുന്നിടത്ത് ഇവന്റെ മുഖത്തേക്ക് തുപ്പും, അവൻ അതേ മാർഗമുള്ളൂ. അതാണ് ഒരു മനുഷ്യന്റെ അവസാനത്തെ പ്രതികരണം. ആ അവസ്ഥയിലേക്ക് കേരളത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് ഇവർ കാണും ഈ പോക്കാണെങ്കിൽ. അത് അനുഭവിക്കാൻ പോകുന്നത് ഈ പാർട്ടി കെട്ടിപ്പടുത്ത ഈ രക്തസാക്ഷികളും ഈ സാധുക്കളാണ് അതിന്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത്. പക്ഷെ അതിനൊന്നും പുല്ല് വിലയാണ്. എന്റെ രക്തസാക്ഷി നിങ്ങൾ കണ്ണീർ പോയിട്ട് സുഖമായിട്ട് കാര്യങ്ങൾ സംസാരിക്കോട് മനസ്സിലാവും. മന്ത്രിസഭയിലെ മാറ്റം NCP അവരുടെ പാർട്ടി തീരുമാനിച്ചാൽ മന്ത്രിയെ മാറ്റാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അങ്ങനെ പാർട്ടി കേന്ദ്രത്തിൽ തീരുമാനിക്കുകയും ഈ മന്ത്രിയും പാർട്ടി 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അടിമയാക്കാൻ പറ്റിയത് MV ഗോവിന്ദൻ തന്നെയാണ് എന്നൊരു നിഗമനത്തിലായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുവന്നത്. എന്തായാലും ആകത്തുക റിസൾട്ട് ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിസ്റ്റത്തിന്റെ നേരെ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ പാർട്ടി നേരിടുന്നത്. ഈ ഒരു ഘട്ടത്തിലെങ്കിലും ഈ ഘട്ടം കൂടി കഴിഞ്ഞു പോകണം കേട്ടോ. ഇത് എന്താ പറയാ, ഈ കാറ്റ് കൂടി കടന്നു പോയാൽ ഈ പാർട്ടിയെ തിരിച്ചു പിടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഴുവൻ ആളുകളും തലകുത്തിയാൽ പോലും തലകുത്തി നിന്നാലും നടക്കില്ല എന്ന് ഉറപ്പാണ്. അത് അവർ മനസ്സിലാക്കി. നമ്മൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും തകരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ഞാൻ ആ പാർട്ടിയെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല, ആ പാർട്ടി സഖാക്കൾ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. എന്റെ കയ്യും കാലും വെട്ടുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അതിനെ പ്രതികരിച്ചിട്ടില്ല. കാരണം എന്താ അറിയോ, ഒരു വീണ്ടും ഒരു തിരിച്ചറിവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അത് മുടങ്ങിപ്പോകരുത് എന്ന എന്താ പറയാ എന്റെ ധാർമ്മിക ബാധ്യതയാണ് ഞാൻ നിറവേറ്റിയിട്ടുള്ളത്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ കടന്നാൽ ആ ബാധ്യത കഴിയാൻ പോവാ, ആ ബാധ്യത എന്നത് കഴിയാൻ പോവാ. ഞാൻ കുറച്ചുകൂടി തുറന്നു പറയുന്നത്. അപ്പം അങ്ങനെ പോവാനാണ് തീരുമാനം, അങ്ങനെ പോട്ടെന്ന്. ഇപ്പൊ രക്തസാക്ഷികളുടെയും പറയുന്ന AKGയുടെയും EMSന്റെയും ഒക്കെ കഥ പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. ആ രക്തസാക്ഷികളാക്കിയ ആളുകളെ കുറിച്ച്, അവരെ രക്തസാക്ഷിയാക്കിയവരെ മഹത്വവൽക്കരിക്കുന്ന നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉയർന്നു വരികയാണ്. RSS ഏറ്റവും നല്ല വലിയ സംഘടനയാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നു കണ്ണൂരിൽ നിന്നുള്ള നേതാക്കള്. ആ കുടുംബങ്ങൾ എന്തെങ്കിലും ബന്ധപ്പെടുന്നുണ്ട്. ഈ നിലവാരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നു. അവിടെയാണ് ഇതിന്റെ വിഷയം. കഴിഞ്ഞ 6 വർഷമായിട്ട് മുഖ്യമന്ത്രിയും പാർട്ടിയും എല്ലാം ഒന്നാണ്, മുഖ്യമന്ത്രി ഏകാധിപതി ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇതേ മുഖ്യമന്ത്രിയല്ലേ താങ്കൾ ഇത്ര കാലം പിതൃതുല്യനായി അവതരിപ്പിച്ചത്, താങ്കളുടെ തന്നെ വോട്ട് മാത്രമായി കൊണ്ടുവന്നത്? 100%. ഇന്നലെ നിങ്ങൾ ആരോട് ചോദിച്ചു മുഖ്യമന്ത്രി വർഗീയവാദിയാണോ? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വർഗീയവാദിയാണ് എന്ന വിശ്വാസം എനിക്കില്ല. ഇപ്പോഴും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഈ RSSന്, ഈ കേന്ദ്ര ഗവൺമെന്റിന്
ഈ RSSന്റെ ആവശ്യങ്ങൾക്ക് ഒത്തു നിൽക്കേണ്ടി വന്ന ഒരു ഗതികേടിലാണ് പിണറായി വിജയൻ. അതാ കണ്ടത്. ആ കൊലച്ചതിയാണ് ഈ സമൂഹത്തിൽ ചെയ്യുന്നത്. അത് തുറന്നു പറയണം അദ്ദേഹം, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് അദ്ദേഹം മാറണം. എന്താണ് അതല്ല പറഞ്ഞത്, ഇതേ പലവട്ടം പറഞ്ഞതാണല്ലോ. എന്താണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത്? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ആരുമായി ബന്ധപ്പെട്ടതാണ്? എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? ഈ ശശിയെ വരെ ഞാൻ പറഞ്ഞല്ലോ, അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ അന്വേഷിക്കുന്നത്. നീ അതെന്റെ വായ കൊണ്ട് പറയണം. നിങ്ങളാകുമ്പോൾ വായ കൊണ്ടൊന്നും മിണ്ടില്ല. പത്രക്കാരായ നിങ്ങൾക്കും നട്ടല് വേണം. നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ